ഇന്ന് നമ്മൾ ഉള്ളിയുടെ ഗുണങ്ങളെക്കുറിച്ച് ലളിതമായി സംസാരിക്കാൻ പോകുന്നു. ദിവസവും ഭക്ഷണത്തിൽ ഉള്ളി ചേർക്കുന്നത് നിന്റെ ശരീരത്തിൽ എന്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് നോക്കാം. ഒപ്പം ഉള്ളി കഴിക്കാനുള്ള ഏറ്റവും ശരിയായ വഴിയും പറയാം, അതിന്റെ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കാൻ. എല്ലാ വീട്ടിലും ഉള്ളി സാധാരണമാണ്, പക്ഷേ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അത്ര സാധാരണമല്ല. ഉള്ളി ഭക്ഷണത്തിന് രുചി മാത്രമല്ല, ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളും നൽകുന്നു. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ കണ്ണ് നനയുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ അറിഞ്ഞാൽ നിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണീർ വരും. നിന്റെ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഉള്ളി ഒരു വലിയ സഹായിയാണ്. ദിവസവും ഉള്ളി സലാഡായോ മറ്റെന്തെങ്കിലും രൂപത്തിലോ കഴിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയുകയും ചെയ്യും. ലോകമെമ്പാടുമുള്ള ഗവേഷണങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട്. ഉള്ളിയിലെ ഘടകങ്ങൾ രക്തം നേർപ്പിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദയത്തിന്റെ മാംസപേശികളെ ആരോഗ്യമുള്ളതാക്കി ഹൃദ്രോഗസാധ്യത കുറയ്ക്കുന്നു. ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ ഉള്ളി സഹായിക്കും. ഇതിലെ സൾഫർ ഘടകങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സന്തുലിതമാക്കുന്നു. ദഹനപ്രശ്നങ്ങൾക്ക് ഗ്യാസ്, മലബന്ധം, വയറ്റിലെ ഭാരമുള്ളി ഒരു മികച്ച പരിഹാരമാണ്. ഇതിലെ ഫൈറ്റോ കെമിക്കൽസ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും വിറ്റാമിന് സിയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഇത് ഛർദി, വൈറൽ അണുബാധ, മറ്റ് രോഗങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഉള്ളിയിലെ ഒലിഗോഫ്രക്ടോസ് എന്ന ഫൈബർ വയറ്റിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലെ ക്രോമിയം ഷുഗർ ലെവൽ നിയന്ത്രിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിന് ഊർജ്ജവും ചുറുചുറുക്കും നൽകുന്നു. പ്രമേഹം ഇന്നൊരു സാധാരണ രോഗമാണ്, പ്രത്യേകിച്ച് ശാരീരിക അധ്വാനം കുറഞ്ഞവർക്ക്. ഉള്ളിയിലെ ക്രോമിയം ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് ശരീരത്തെ സംരക്ഷിക്കുന്നു. എല്ലുകളെ ബലപ്പെടുത്താനും ഉള്ളി സഹായിക്കും. വയസ്സാകുമ്പോൾ എല്ലുകൾ ദുർബലമാകും, പക്ഷേ ഉള്ളി ദിവസവും കഴിച്ചാൽ എല്ലുകൾ ശക്തമാകും. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ക്വെർസെറ്റിൻ, ആന്തോസയാനിൻ ശരീരത്തിലെ വിഷാംശങ്ങളെ നശിപ്പിക്കുന്നു. ഇവ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നു, പ്രത്യേകിച്ച് വയറ്റിലും കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിനെ. ദിവസവും ഉള്ളി കഴിക്കുന്നവർക്ക് വായ, വയർ, മറ്റ് ക്യാൻസറുകളുടെ സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മുട്ടുവേദന, എല്ലുജോടുകളിലെ കാഠിന്യം, തടിപ്പ് എന്നിവയ്ക്ക് ഉള്ളി ഒരു മരുന്നാണ്. ഉള്ളിനീരെടുത്ത് അല്പം കടുകെണ്ണ കലർത്തി ജോടുകളിൽ തടവിയാൽ 2 മാസം തുടർച്ചയായി ചെയ്താൽ വേദന കുറയും. ഉള്ളിനീരിൽ അല്പം ഉപ്പ് ചേർത്ത് വിരലുകൾ കൊണ്ട് പല്ലിലും മോണയിലും തേക്കുന്നത് മോണയിലെ വീക്കം, പല്ലുവേദന, എരിച്ചിൽ എന്നിവ മാറ്റും. ഉള്ളിവിത്ത് വിനാഗിരിയിൽ അരച്ച് ചർമ്മത്തിലെ ചൊറി, ഫംഗൽ അണുബാധ, ദാദ് എന്നിവയിൽ പുരട്ടിയാൽ ദിവസങ്ങൾക്കുള്ളിൽ ആശ്വാസം ലഭിക്കും. വയസ്സാകുമ്പോൾ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഉള്ളി ഗുണം ചെയ്യും. ഇതിലെ ഗ്ലൂട്ടാത്തയോൺ എന്ന ആന്റി ഓക്സിഡന്റ് കണ്ണിന്റെ രോഗങ്ങളെ തടയുന്നു. വിറ്റാമിന് ഇ കണ്ണിന്റെ കോശങ്ങൾക്ക് പോഷണം നൽകുന്നു. ഉള്ളി മുറിക്കുമ്പോൾ കണ്ണ് നനയുന്നത് കണ്ണിന്റെ ശുചീകരണത്തിന് സഹായിക്കുന്നു. പൊടിയും അഴുക്കും പുറത്തുപോകുന്നു. മുടിക്ക് ഉള്ളിനീര് ഗുണം ചെയ്യും. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഉള്ളിനീര് മുടിയുടെ വേരുകളിൽ പുരട്ടി അല്പനേരം വെച്ച ശേഷം കഴുകുക. ആഴ്ചയിൽ 1-2 തവണ ഇത് ചെയ്താൽ മുടി ശക്തമാകും. 1 ടീസ്പൂൺ ഉള്ളിനീരിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഓനിയൻ എസൻഷ്യൽ ഓയിലും ചേർത്ത് തലയിൽ മസാജ് ചെയ്താൽ മുടിക്ക് പോഷണവും ഉള്ളിയുടെ ഗന്ധം കുറയ്ക്കാനും കഴിയും. 1-2 മണിക്കൂർ വെച്ച ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകുക. ഉള്ളിനീരിൽ അല്പം തേൻ ചേർത്ത് ഹെയർ മാസ്ക് ഉണ്ടാക്കി 15 മിനിറ്റ് തലയിൽ വെച്ച ശേഷം കഴുകിയാൽ മുടി ശക്തമാകും. ആഴ്ചയിൽ 1-2 തവണ ഇത് ചെയ്യാം. ഉള്ളി കഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിന്റെ ഇഷ്ടത്തെ ആശ്രയിച്ചിരിക്കും. ഉള്ളിയിൽ സൾഫർ ധാരാളമുണ്ട്. ഇത് ശരീരത്തിന് പല വിധത്തിൽ ഗുണം ചെയ്യുന്നു. ഉള്ളിയുടെ പുറംതൊലിയിൽ ആന്റി ഓക്സിഡന്റുകൾ കൂടുതലാണ്, അതിനാൽ അത് പൂർണ്ണമായി നീക്കം ചെയ്യരുത്. പാകം ചെയ്ത ഉള്ളിയിൽ ഫൈബറും കോപ്പറുമുണ്ട്. ഇത് ദഹനത്തിനും മസ്തിഷ്ക വികാസത്തിനും ഗുണം ചെയ്യുന്നു. ഉള്ളിയച്ചാർ പോലും ദഹനത്തിന് മികച്ചതാണ്. എന്നാൽ ഉള്ളി കഴിക്കുമ്പോൾ ചില ശ്രദ്ധ വേണം. അമിതമായി കഴിച്ചാൽ വായ്നാറ്റമുണ്ടാകും. ഇത് നിന്നെയും ചുറ്റുമുള്ളവരെയും അസ്വസ്ഥരാക്കും. ചിലർക്ക് ഗ്യാസ്, വയറ്റിൽ ഫൂൾനെസ്, ബർപ്പ് എന്നിവ ഉണ്ടാകാം. വളരെ കൂടുതൽ ഉള്ളി, പ്രത്യേകിച്ച് വെറും വയറ്റിൽ കഴിച്ചാൽ വയറ്റിലെരിച്ചിൽ, അസ്വസ്ഥത അല്ലെങ്കിൽ ദഹനക്കേടുണ്ടാകാം. ഏതൊരു ഗുണകരമായ വസ്തുവും അമിതമായാൽ ദോഷം ചെയ്യും. ഉള്ളിയും ശരീരത്തിന്റെ ആവശ്യമനുസരിച്ച് സന്തുലിതമായ അളവിൽ കഴിക്കണം. ശരിയായ രീതിയിൽ കഴിച്ചാൽ ഉള്ളി നിന്റെ ആരോഗ്യത്തിന് ഒരു അത്ഭുത മരുന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്ലൈമർ: ഈ വീഡിയോ വിദഗ്ധ ഉപദേശമായി കാണരുത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രം നിർമ്മിച്ചതാണ്.